വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അയന. എന്നെല്ലാവരുടെയും വിശേഷം. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോണത് ഈവനിങ് വ്ളോഗാണ്. നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലോ ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യണമെന്ന് ചെയ്തിട്ട് കുറേ നാളായി ചെയ്യണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ പറ്റാറില്ല. ഫൈനലി നമ്മൾ ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ ആമിക്കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കാരണം നാളെ ഫെയർവെല്ലാണ് കോളേജിൽ. എൻ്റെ കോളേജിലെ അവസാനത്തെ ദിവസമാണ്. നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങാനും റിസൾട്ട് വരുമ്പോൾ ടീച്ചേഴ്സിനോട് പറയാനൊക്കെ പോയാൽ മതി. ഇനി ആ ഒരു പരിപാടികളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. തലയിൽ കിട്ടിയിരിക്കുന്ന ടീഷർട്ടാണ് കേട്ടോ. ഈ ടീഷർട്ട് നന്നായിട്ട് വെള്ളം പിടുത്തുള്ളതാണ്. എനിക്കറിയാം, പണ്ട് മുതലേ ഈ ടീഷർട്ടാണ് എൻ്റെ ഹെയറിൽ ഇങ്ങനെ തലയിൽ മുടി കെട്ടി വെക്കാൻ, ചുറ്റി കെട്ടി വെക്കാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. നിങ്ങളെൻ്റെ കിച്ചൺ കണ്ട പേടിക്കൂട്ടോ. ആകെ അലങ്കോലമായിട്ട് എടുക്കുക. കാലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസമാണ് വെച്ചിട്ടുള്ളത്. കിച്ചൺ ക്ലീനിങ് ഇന്നാണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണം. നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യുമ്പോഴേ എനിക്കൊരു മടി തോന്നും. എനിക്കുണ്ട് അങ്ങനെ. ഡെയിലി വീട് ഒരു ദിവസം കംപ്ലീറ്റ് ക്ലീനിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ക്ലീനിങ്ങേ ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോരോ സെക്ഷനായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. അതിനായിട്ട് ഇങ്ങനെ വെക്കും. ഇന്ന ദിവസം ഇന്ന ഭാഗം അടിച്ച് തുടച്ച് ക്ലീനാക്കി ഇടുക. അങ്ങനെയുള്ളൊരു ഏർപ്പാടാണ്. ഓക്കെ, അപ്പോൾ അതേ ചായ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് ആമി വരുമ്പോൾ 3 മണിയാവും കേട്ടോ. നമ്മുടെ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അവലോസ് പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നാടൻ പലഹാരമല്ലേ. അത് നല്ല വറുത്ത അവലോസ് പൊടി, അതിൽ കുറച്ച് പഞ്ചസാരയും ചെറുപഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. റോബസ്റ്റ് പഴമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ ചെറുപഴം ഉണ്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാലല്ലാണ്ട് ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് പാലധികം വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല. പാൽ ചായ തൈറോയിഡിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് കൊണ്ട്. എനിക്ക് തൈറോയിഡ് ഇല്ല, എന്നാലും ഇനി ഭാവിയിൽ വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പാല് വാങ്ങാറില്ല. പിന്നെ മടിയുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ കടിയുണ്ട്, പക്ഷെ പോയി വാങ്ങാനുള്ള മടി കാരണം ഞാൻ കട്ടൻ ചായ വയ്ക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും കുറേ നാളായി പാല് വാങ്ങിയിട്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കണം. അപ്പോൾ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ നമ്മൾ ബാക്കി വന്ന പൊടികളും സംഭവങ്ങളൊക്കെ കേടുകൂടാണ്ട് എയറൊന്നും കിടക്കാണ്ട് നല്ല ടൈറ്റായിട്ട് തണുക്കാണ്ട് വെക്കാനായിട്ട് ഈ സംഭവങ്ങൾ, ഈ ക്ലിപ്പുകൾ നല്ലതാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് കിട്ടും. തീരെ സ്മോൾ കിട്ടും, ഒരു മീഡിയം, ലാർജ്, അങ്ങനെ 3 സൈസിലാണിത് വരുന്നത്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ. ഇത് ഇത്രയല്ല, കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാക്കറ്റുകൾ എയർ കിടക്കാണ്ടിരിക്കാനായിട്ട്, തണുത്ത് പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒട്ടും എയർ കിടക്കില്ല. അതേ സൂപ്പർ സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കറ്റുകളൊക്കെ, ടിന്നിൽ നമ്മൾ ഫുള്ള് പൊടിയൊന്നും ഇടില്ലല്ലോ, പകുതി ഇട്ടിട്ട് അടച്ചു വയ്ക്കണവരൊക്കെ ഉണ്ടാവും ടിന്ന് വൃത്തിയിലിരിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള പൊടിയൊക്കെ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇഡലി ദോശ മാവ് ഉണ്ടാക്കണം. അതിന് പച്ചരിയും ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിലിടണം. ഉലുവില്ല, ഉലുവ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കണം. അപ്പം അതിൻ്റെ ഒപ്പം നമുക്ക് പാല് വാങ്ങി കൊണ്ടുവരാം. ആമിക്കുട്ടിക്കുണ്ടല്ലോ സ്കൂളിലോട്ട് വെജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നോൺ വെജ് ഒന്നും അവിടെ കയറ്റില്ല. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക ഇഡലി ദോശയ്ക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തു വിടാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് കഴിക്കും. ആമിക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആ ഒരു നേരത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഉപ്പുമാവ്, ഇഡലി, ദോശ, അതൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുക. അതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഓട്സൊക്കെയാണ് കഴിക്കാറുള്ളത്. ഓട്സ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നാളെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ക്ലാസ് ഒന്നുമില്ല, സാറ്റർഡേ ആണ്. പക്ഷേ എനിക്ക് ഫെയർവെല്ലിന് പോകണം, ചേട്ടന് ഓഫീസിൽ പോകണം. സ്കൂൾ ബസ്സുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ആമി ഒരു 3 മണിയാകുമ്പോൾ എത്തൂട്ടാ. അപ്പോൾ നമ്മളെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ 1 കപ്പ് അരി എടുക്കും, പച്ചരി എടുക്കും. അതെടുത്താൽ തന്നെ ഒരു 3-4 ദിവസത്തേക്ക് ആ ഒരു മാവ് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരിലുള്ളൂ. അപ്പോൾ കുറേ നാളത്തേക്ക് ഉണ്ടാകും. കുറേ നാളെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ കുറച്ചങ്ങാനും 4-ാമത്തെ ദിവസത്തേക്കും ബാക്കി ഉണ്ടാവും. അങ്ങനെ മാവ് തീരുന്ന വരെ ഇത് തന്നെയായിരിക്കും. അത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഓട്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഉപ്പുമാവ് കൊടുക്കാം, പുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവലോസ് പൊടി പഴം കുഴച്ച് കൊടുക്കാം. അങ്ങനെ ആമി എല്ലാം കഴിക്കൊന്നുമില്ല. ഇപ്പോൾ വണ്ടിയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അതേ പിന്നെ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഈ കവർ പൊട്ടിയോണ്ട് ഞാൻ വേറൊരു കവറിൽ അത് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എയർ കടന്നാൽ ഉച്ച വരും. എങ്ങനെയെങ്കിലും ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് മുറിക്കൊരു ടീനിൽ അടച്ചു വെച്ചാൽ കൂടെ ഉച്ച വരാറുണ്ട് കേട്ടോ. പെട്ടെന്ന് വരും. അപ്പോൾ നമ്മളൊരു 3/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും. ആദ്യമൊക്കെ ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ മാവ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടാക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ പൊടിയില്ലേ, ഇതിൻ്റെ പൗഡർ വാങ്ങിയിട്ടില്ലേ, അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല പൊടി കൊണ്ട് ഉണ്ടാക്കണത്. ഇങ്ങനെ അരച്ചുണ്ടാക്കണത് തന്നെയാണ് രുചി കൂടുതൽ. അപ്പോൾ നമ്മൾ ഉഴുന്നിൽ കുറച്ചൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു, മറ്റേതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു.
പിന്നെ ഞാൻ വെള്ളവിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, സോഫ്റ്റ് ആയിട്ടിരിക്കാൻ, അതിൽ നിറം കിട്ടാനൊക്കെ. പിന്നെന്താ, ഉലുവ അവസാനം ഇടയുള്ളൂ, കടയിൽ പോയി വാങ്ങിയിട്ടൊക്കെ വേണം. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും കുതിരട്ടെ, ഇവിടെ വയ്ക്കാം. പൊടി ഇങ്ങനെ കുഴച്ച് കഴിക്കുകയാണ്. അതിൻ്റെ ഒപ്പം TV വെച്ചിട്ടുണ്ട്, ഇപ്പോൾ നല്ല സൗണ്ട് വരും. TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് അവലോസ് പൊടി കഴിക്കാം കേട്ടോ. ഇത് കണ്ട റിമോട്ടിൻ്റെ ഈ കവറ് എത്രാമത്തെ കവറാണെന്ന് അറിയാം, മാറ്റി തോറ്റു. ആമസോണിൽ ഇതിൻ്റെ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമിക്കുട്ടി ഇതൊക്കെ കടിച്ചൊരു പരിവാക്കും. അതുകൊണ്ട് നമ്മൾ റിമോട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കവറൊക്കെ ചുറ്റി വെച്ചിരിക്കാം, അല്ലെങ്കിൽ ആളിൽ കിട്ടി അതിൻ്റെ പണിപ്പറ്റ വേഗം തീരും. ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ TV കാണുമ്പോൾ ഞാൻ മൂവീസ് ഒന്നും വെക്കാറില്ല കേട്ടോ, കാരണം മൂവി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വ്ളോഗിങ് ഒന്നും നടക്കില്ല. ഞാൻ അവിടെ ഇരിക്കുക, ഒരു മൂവി കേട്ട് വേറെ എന്തും ചെയ്യുള്ളൂ. അതുകൊണ്ട് യൂട്യൂബാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ മറ്റു ചാനലുകളിലെ വ്ളോഗൊക്കെ കണ്ടിരിക്കും കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ഇനി കുറച്ച് തുണി മേലെ ഉണങ്ങാനായിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റിലൊന്നും കൊള്ളുന്ന തുണിയല്ല, ഇഷ്ടമാതിരി തുണിയുണ്ട്, മിഞ്ഞാന്ന് കഴുകിയിട്ടതാ. പക്ഷേ ഈ മഴ ഇങ്ങനെ ചാരി നിൽക്കണോണ്ട് ഒരു പൂതറ മണം എല്ലാ തുണികൾക്കും ശരിക്കും ഉണങ്ങാണ്ടുള്ള ഒരു സ്മെല്ല് വരില്ല, ഒരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാമെന്ന് കരുതി ഒന്നും കൂടെ വെയിലൊക്കെ കൊണ്ടിട്ട് ഈ ഒരു പില്ലോ കണ്ടോ, ഈ ഒരു കുഷ്യൻ ആമി ആകെ വെള്ളമാക്കി, ആമിയുടെ ബോട്ടിൽ ഞാൻ അവൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കും, നിറച്ച് കൊടുക്കും. അത് മുഴുവൻ അതുമ്മ കളഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായിട്ട് ഇപ്പോൾ മഴയായതുകൊണ്ട് ശരിക്കും ഉണങ്ങി കിട്ടണമില്ല. അതുകൊണ്ട് വെയിലത്ത് ഫ്രണ്ടിലെടുത്ത് വെച്ചാണ് കേട്ടോ, നല്ല വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ല. ഇന്നൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്ലൗസ് കാണാം, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ആകെ മറ്റേ എന്താ പറയുക, അതിൻ്റെ ഹുക്ക് തുരുമ്പിച്ചിട്ട് പൊട്ട ഹുക്കായിട്ടാന്ന് തോന്നുന്നുണ്ട് ആ ഒരു അതിൻ്റെ ആ ഒരു മെറ്റൽ ആകെ തുരുമ്പിച്ച് ആ ബ്ലൗസ് തന്നെ ആകെ കേടായി. പക്ഷെ കളയാൻ തോന്നണില്ല, അതിൻ്റെ ചെറിയ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ആമിക്ക് വല്ല ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഒക്കെ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കഴുകി എടുക്കണതാണ്. അങ്ങനെ അപ്പോൾ ഒരുവിധം എല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഉണക്കുന്നൊന്നും പറയാല്ല, വെയിലില്ല കണ്ടോ, പുറത്തൊന്നും ഇങ്ങനെ മങ്ങി നിൽക്കുകയാണ്, വെയിൽ വരും പോവും അങ്ങനെ നിൽക്കുക. ഇനി അടുത്തത് നമ്മുടെ പരിപാടി, നഖമൊക്കെ വളർന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ചെയ്യണം, നാളെ പ്രോഗ്രാമിന് പോകണതല്ലേ. അപ്പോൾ നെയിൽ പോളിഷ് ഒന്ന് മാറ്റണം, ഇതേ കളറൊക്കെ തന്നെ അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് റിമൂവർ വെച്ച് അതൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി എടുക്കാനുള്ളൊരു പ്ലാനാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്, എൻ്റെ കയ്യിലെ കണ്ട വോട്ട് ചെയ്തത് അത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, നഖം വളർന്ന് വരുന്നുള്ളൂ. നമ്മൾ കരയുടെ റിമൂവർ വൈപ്സ് ആണ് യൂസ് ചെയ്യണത്, പക്ഷെ അത് ആകെ 2 ഉള്ളൂ, ഭാഗ്യമുണ്ട്, കാലിലും കയ്യിലൊക്കെ കളയാനായിട്ട് തികയും കേട്ടോ. നമ്മൾ നെയിൽ പെയിൻറ്റ് മാറ്റണമൊന്നുമില്ല, ഇതേ കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇനി കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അത് നമുക്ക് തിളപ്പിച്ച് ഊറ്റാം, അല്ലെങ്കിൽ അത് വലിച്ചു പോവും. അപ്പോൾ ഈ ഒരു നേരം ആകുമ്പോഴേക്കും ഞാൻ തിളപ്പിച്ചൊക്കെ ഊറ്റും കേട്ടോ. ആകെ കുറച്ച് ചോറുള്ളൂ, ഇത് മതി, കാരണം രാത്രിക്കലേക്ക് ഞാനും ആമിയെ കഴിക്കുള്ളൂ, ചേട്ടൻ ഡയറ്റിലാണ്, അല്ല ഫ്രൂട്ട്സ് കഴിക്കും, അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ട് കിടക്കും. ഇടയ്ക്ക് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് ചോറുണ്ണും, പിന്നെ രാത്രിക്കലേക്ക് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ചിക്കൻ്റെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പീസൊക്കെ ഒന്നുമെന്ന് തൊടാണ്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി കുറച്ചേ ഉള്ളൂ, നമ്മൾ ചെറുള്ളി വെച്ചിട്ടാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ഉള്ളിപ്പാത്രം ഒന്ന് വെടുപ്പാക്കുന്നുണ്ട്, നല്ല ഉള്ളി മാത്രം നോക്കി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഉള്ളി കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ കുക്കിംഗ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗത്തോട് മാറ്റി വെച്ചു കൂട്ടാം. ഇനി ആകെയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് കിച്ചൺ ക്ലീൻ ചെയ്യണം, മാവ് നരയ്ക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാണ്ട്, നാളെ പരിപാടിക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ നെയിൽസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെയിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ 2-3 കോട്ടൊക്കെ അടിക്കുന്നുണ്ട്, കാരണം എക്സാക്റ്റ് ഒരു കളർ വരണമെങ്കിൽ ശരിക്കും ഇതുപോലെ 2-3 കോട്ടൊക്കെ അടിക്കണം. ഞാൻ മിക്കവാറും ഇങ്ങനെ നെയിൽ പോളിഷ് വാങ്ങുമ്പോൾ ആ ഷെയ്ഡ് ബോട്ടിലിരിക്കുന്ന ആ ഷെയ്ഡ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വാങ്ങിക്കും കേട്ടോ. പക്ഷേ നെയിലടിച്ച് വരുമ്പോൾ ആ ഒരു കളറൊന്നും ആവില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങുമ്പോൾ ഒന്നും കൂടെ കളർ ചേഞ്ച് ആകാറുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇനി അടുത്തത് നമ്മുടെ ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഐബ്രോസ് സെറ്റ് ചെയ്യാനാണ്. ഐബ്രോസ് ഞാൻ ത്രെഡിങ് പാർലറിലൊക്കെ പോയി ചെയ്തിട്ട് കുറേ കാലങ്ങളായിട്ടാണ്, വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. മിക്കവാറും ഞാൻ റേസർ വെച്ചിട്ടാണ് ഞാൻ തന്നെ സ്വയം ചെയ്യും. ബ്ലേഡായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്, അത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. പക്ഷേ ഇതുവരെ ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. റേസർ യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു തരം റേസറിൽ ചിലതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ 6 പാറ്റേണുള്ളത്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഇമേജ് കാണിച്ചാൽ അവർ അയച്ചു തരുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള റേസറുകളാണ്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ ഷോപ്സിൽ നിന്നാണ് ഇങ്ങനത്തെ, നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനത്തെ 6 പാറ്റേണുള്ള ബ്ലേഡ് കിട്ടും. ഇതാകുമ്പോൾ ഒട്ടും മുറിയ കാര്യങ്ങളൊന്നും വരില്ല. ചില സമയത്തൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ചില ടൈമിൽ അത്യാവശ്യം നേരത്തെ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ചെയ്യുമ്പോൾ ആകെ കോലം കെടും, ചിലപ്പോൾ അത് അട്ട ഫ്ലോപ്പ് ആകാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ചെയ്തെടുക്കാം കേട്ടോ, എങ്ങനെ വരുന്ന അവസാനം കാണാം. പിന്നെ അത് കൂടാണ്ട് സിസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആ വലുതായിട്ട് വരുന്ന ഹെയർസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും. പിന്നെ ഒരു സ്പൂളി എടുത്തിട്ടുണ്ട്, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ, ഷേപ്പ് അറിയാൻ. പിന്നെ ഫോർസെപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെന്താ ഇത്
അത് എൻ്റെ ലിപ് ബാമാണ് കേട്ടോ, ട്രൈക്കോണിൻ്റെ ഷിയ ബട്ടറിൻ്റെയാണ്, നല്ല ഷിയ ബട്ടറാണ്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ. ഫൈനലി തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ ഐബ്രോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, റെഡ്നെസ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട്. ഇനി നമ്മുടെ അറ്റയർ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്, ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. രണ്ടും മോണോക്രോം ഷെയ്ഡ്സാണ്. ബ്ലൗസ് ഇതിൻ്റെ ഒന്നല്ല, ഇത് റഫിൾ ലെഹങ്കയാണ്. സ്കേർട്ടും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിൻ്റെ ദുപ്പട്ടയും വരുന്ന ടൈപ്പ്. ബ്ലൗസ് വന്നിട്ട് ഒരു പട്ട് സാരിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് ഏകദേശം മാച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാനൊരു ക്രീം കളർ ഒരു ഓഫ് വൈറ്റ് ബ്ലൗസാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ മാച്ച് ഉണ്ട്. ഇത് സ്കേർട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് തേക്കാണ്, അല്ലെങ്കിൽ അയൺ ബോക്സ് പണി തരും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ നേരം തപ്പി കിട്ടിയ ഒരു അറ്റയറാണിത്. അങ്ങനെ പെട്ടെന്നായിരുന്നു അവർ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്ത് ഫെയർവെൽ നടത്തണ കാര്യം. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും നേരത്തെ കൂട്ടി സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതൊക്കെ തേച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. നിങ്ങളിത് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു റഫിൾ ലെഹങ്കയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടീസൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പണി കഴിയുമ്പോൾ നമ്മളത് നോക്കിയിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കടയിൽ പോയിട്ട് ഉലുവയും അതുപോലെ പാലും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടു പോയിട്ടോ. ഉലുവ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്, അതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ മൊത്തം സുഗന്ധം പരക്കട്ടെ, ആവിയും ചാടിനൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൻ്റെ അവസ്ഥ. വൺസ് നിങ്ങളൊന്ന് കാണിച്ചതാണ്. ഇനി ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ പാത്രങ്ങൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ കഴുകി വെക്കും, ചില സമയത്ത് ഇതുപോലെ കൂട്ടിയിടും. അപ്പോൾ എന്തെങ്കിലും വേറെ പണിയൊക്കെ ഇടയിൽ കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ടുള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടക്കി ഒതുക്കി ഓരോ ഭാഗത്ത് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുറച്ചേ ഉള്ളൂ പാത്രങ്ങൾ കഴുകാനായിട്ട്. കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിക്കാനാണ് കാരണം, അല്ലെങ്കിൽ നെയിൽ പോളിഷിൻ്റെ ഒക്കെ ഇപ്പം തന്നെ അടിച്ചിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ പോവും, ചിലപ്പോൾ വിട്ട് പോവും. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. സ്ക്രബ്ബ് ഞാൻ രണ്ടും കൂടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗവ് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ആക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വെക്കണ മറ്റു സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ പാത്രങ്ങൾ കയറ്റി വെക്കണ ആ സാധനത്തിന് എന്താ പറയുക, ഹോൾഡറുകൾ, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഇത് ഊരുന്നില്ല, ഇതൊരു ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിന് ഉൾഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് നമ്മുടെ നെയിൽ പോളിഷും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഓക്കെ, ഗ്ലൗസ് ഇട്ടു. ഇനി ഞാനിത് ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കിച്ചണിലെ സ്റ്റവ് അതുപോലെ ബേസൻ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കണം, ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അത് കുറച്ച് ഒഴിക്കൂട്ടാം. അതൊരു ലേശം ഇതിങ്ങനെ ഒഴിക്കുകയാണ്. ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ ഇതിന് മാത്രമായിട്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, ഓൺലൈനൊന്നല്ല. അപ്പോൾ ഇതിലിങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ നമ്മൾ മൊത്തം ക്ലീനിങ് കഴിഞ്ഞു. 2-3 ബേസിനും കഴുകി സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഈ പാത്രങ്ങൾ വേറെ എവിടെയും വെക്കാനുള്ള നിവർത്തിയില്ല. താഴെയുള്ള റാക്കിലൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ അവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴാണ് ആമിക്കുട്ടിയും ചേട്ടൻ എത്തിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവാക്കാം, അരച്ചെടുക്കാമെന്ന് കരുതി. ഉലുവ കണ്ടില്ലേ, ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉഴുന്നിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. അരി നമ്മളിവിടെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരയ്ക്കണത്. ഈ ഒരു ജാറിൽ, ഇത് ഏറ്റവും വലിയ ജാറില്ല കേട്ടോ, വലുത് വേറെ ഉണ്ട്. പക്ഷെ അത് എടുക്കാനുള്ള ഒരു മടി കാരണം ഞാൻ ഇതാണ് എടുക്കാറുള്ളത്. പിന്നെ അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അരി 2 ട്രിപ്പ് അരയ്ക്കണം. പിന്നെ ഉഴുന്ന് ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കും, ഒക്കെ ആ ഉഴുന്നിൻ്റെ വെള്ളത്തിൽ തന്നെ. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അരയ്ക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അരയ്ക്കുക. പെട്ടെന്ന് ജാർ ചൂടായി കഴിഞ്ഞാൽ ഇത് പൊന്തി വരുന്നതിന് താമസം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ട് അരയ്ക്കും. ആമിക്കുട്ടി ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യണം നോക്കിയിട്ട് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ആളെനിക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുക, അമ്മ ഇങ്ങനെ എടുക്ക്, അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ വെള്ളവിൽ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ വെള്ളവിൽ എന്ന് പറയണത് ബ്രൗൺ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കളറ് മാറും, ബ്രൗൺ കളർ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിൽ യൂസ് ചെയ്താൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അത് ആ ഒരു നേരത്ത് ഞാൻ എടുത്ത് കുതിർത്ത് അങ്ങനെ യൂസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇങ്ങനെ മാവ് ഓരോന്നോരോന്ന് അരച്ച് അതിലിട്ട് പിന്നെ കൈ വെച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും. ഇപ്പോൾ വെറുതെ സ്പൂണോട് മിക്സ് ചെയ്ത് കൊടുക്കണുള്ളൂ. അവസാനം ആകുമ്പോൾ കൈയൊക്കെ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂർ പിന്നെ ഓവർനൈറ്റാണ് വെക്കുക. ഞാൻ അങ്ങനെ ടൈമൊന്നും നോക്കാറില്ല. ഓവർനൈറ്റ് വെക്കും. കാലത്ത് വരുമ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു അവിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.